കൂടെ ഒരുക്കിയല്ലോ, അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഇന്ന് പകൽക്കാലം ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് പകലിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തു ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. സ്തോത്രം. ഈ ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദിവസമാകട്ടെ. ഹല്ലേലൂയ. ഈ 21-ാം തീയതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ദിവസമായിരിക്കട്ടെ. ഇവിടെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്ന് കർത്താവിനെ മുൻപിൽ നിന്ന് കർത്താവിനെ മുൻപിലോട്ട് വിട്ട് ബാക്കിലോട്ട് യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് പകൽക്കാലം. അവരെ നോക്കി ദൈവം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതാണ് ആമേൻ സ്തോത്രം. സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ, വേറെ ആരെയും ഞാൻ പറയുന്നില്ല, എൻ്റെ ദൈവത്തെ, എന്നെ വിടുവിച്ച, ഞാൻ കേവലം ഒരു ആട്ടിടയനായിരുന്നു, എന്നെ ആരും മൈൻഡ് ചെയ്തില്ല, വനാന്തരങ്ങളിലായിരുന്നു, എന്നെ ആരും ശ്രദ്ധിച്ചില്ല, എൻ്റെ പേരോ എനിക്ക് സർട്ടിഫിക്കറ്റുകളോ എനിക്കൊരു ID കാർഡോ എനിക്കൊരു ആധാർ കാർഡോ ഒന്നുമില്ല. ഞാനെല്ലാം ഭവനത്തിനകത്ത് എൻ്റെ വീട്ടിൽ സെൻസസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ വനത്തിലായിരിക്കും. അതുകൊണ്ട് എൻ്റെ പേര് അധികാരികളുടെ പുസ്തകത്തിലൊന്നും എൻ്റെ പേരില്ല, അധികാരത്തിന്റെ കാർഡുകളൊന്നും എനിക്കില്ല. ആമേൻ സ്തോത്രം. റേഷൻ കാർഡിൽ പേരുണ്ടോ? അതുപോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വനാന്തരങ്ങളിലായിരിക്കുമ്പോഴും എൻ്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച ആടുകളുണ്ട്. ഈ ആടുകളെ സൂക്ഷിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഹല്ലേലൂയ. അവിടെയാണ് ദാവീദിന്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വനാന്തരങ്ങളിലും ദാവീദിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അവൻ കരടിയെയും സിംഹത്തെയും, ഹല്ലേലൂയ, അവരുടെ ആ മൃഗങ്ങളുടെ വായിൽ നിന്ന് അവൻ തന്റെ അപ്പനേൽപ്പിച്ച ആടുകളെ അവൻ രക്ഷിപ്പാൻ ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകം ചെറുതല്ല കേട്ടോ. ഇന്ന് പകലിൽ ദൈവത്തെ മുൻപിൽ വച്ച് ശുശ്രൂഷിക്കുന്ന എത്ര പേരെന്ന് പകൽക്കാലമുണ്ട്. അവരെ നോക്കി കർത്താവ് പറയുന്ന ഇങ്ങനെയാണ്, അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ കുലുങ്ങിപ്പോകും. ദൈവം അഭിഷക്തന്മാരുടെ കൂടെയിൽ ചിലപ്പോൾ പതറിപ്പോകും. പക്ഷേ പേടിക്കണ്ട, അവിടെയും ദൈവമുണ്ട്. അഭിഷത്തെ, നിങ്ങൾ വിശ്വസ്തയോടെയാണോ കർത്താവിനെ സേവിക്കുന്നത്? നിങ്ങൾ ഉണ്മയോടെയാണോ ദൈവത്തെ ആരാധിക്കുന്നത്? നിങ്ങളുടെ കർത്താവിനെ മുമ്പിൽ വച്ചിട്ടുണ്ടോ? ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകലും സകലതും മായ എന്ന സഭാപ്രസംഗി വിളിച്ചു പറയുമ്പോൾ സകലതും മായ. എന്നാൽ ഇന്ന് പകലിൽ ഈ വാക്യം പറയുന്നു, ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ബാക്കിലല്ല, പിന്നെ ഇവിടെ മുൻപിൽ. സ്തോത്രം. ദൈവത്തെ മുൻനിർത്തി മുൻപിലോട്ട് പോകുന്ന എത്ര പേരുണ്ടെന്ന് പകൽക്കാലം. അവരെ നോക്കി സ്വർഗം പറയുന്നു, നിന്നെ ഒരിക്കൽ ലജ്ജിപ്പിക്കാൻ സ്വർഗം ഇടയാക്കത്തില്ല. ഇന്ന് പകലിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. ഈ ശനിയാഴ്ച കർത്താവെ എല്ലാ ജീവിതങ്ങളിലും ഒരു അത്ഭുതം ചെയ്യണമേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവൃത്തി കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, ശുശ്രൂഷകളിൽ വെളിപ്പെടട്ടെ, മിനിസ്ട്രിയിൽ വെളിപ്പെടട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ യാത്രകളിൽ വെളിപ്പെടട്ടെ, വാഹനങ്ങളിൽ വെളിപ്പെടട്ടെ. കർത്താവെ, സഭകളിൽ വെളിപ്പെടട്ടെ. അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവിൽ